കുട്ടികളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ എന്നാണ് പലരും യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത്. അല്ലേ കൂട്ടുകാരെ? അതെ, മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കുന്ന ഓരോ യുദ്ധങ്ങളിലും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ വിവരണാതീതമാണ്. എന്നാൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ നിഷ്കളങ്കരായ കുട്ടികളായ നമ്മളാണ്. ചോദിക്കാതെ വന്നു ചേർന്ന ഒരു സാഹചര്യത്തിന്റെ ഭാരം പേറേണ്ടി വരുന്നവരാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, കൂട്ടുകാരെ, നാം പലപ്പോഴും യുദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് സൈനികരുടെ നഷ്ടങ്ങളെ കുറിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയെ കുറിച്ചുമാണ്, ശരിയല്ലേ? എന്നാൽ അവിടെ ഏറ്റവും സങ്കീർണവും ഹൃദയഭേദകവുമായ അധ്യായങ്ങൾ കുട്ടികളുടേതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ആരും ഒന്നും ചിന്തിക്കുന്നില്ല കൂട്ടുകാരെ. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ യുദ്ധങ്ങളുടെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നിസ്സഹായരായ കുട്ടികളാണെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞു പോയ ലോകമഹായുദ്ധങ്ങൾ മുതൽ സമീപകാല സംഘർഷങ്ങൾ വരെ ലക്ഷക്കണക്കിന് കുരുന്നുകളുടെ ബാല്യമാണ് കവർന്നെടുത്തത്. പലർക്കും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസം അവർക്ക് അന്യമായി. ജീവനത്തിനായി ബാലവേല ചെയ്യേണ്ടി വന്നു. ആഹാരക്കുറവ് മൂലം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നു. ലോകം കണ്ട ഏറ്റവും ഭയാനകമായ കെടുതിയായിരുന്നു ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണങ്ങൾ. യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഈ ആക്രമണം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. സ്ഫോടനത്തിന്റെ അത്യുഗ്രമായ ചൂടിലും മർദ്ദത്തിലും റേഡിയേഷനിലും ലക്ഷക്കണക്കിന് കുട്ടികൾ ഉൾപ്പെട്ട ജനങ്ങൾ ഉടനടി മരണമടഞ്ഞിരുന്നു. ഹിബാകുഷ എന്ന ജപ്പാനീസ് ഭാഷയിൽ അറിയപ്പെടുന്ന അതിജീവിതർ ഇന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും ഭയാനകമായ കെടുതിയായിരുന്നു ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, കൂട്ടുകാരെ, ആ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചപ്പോഴും ലോകത്ത് സമാധാനം പൂർണ്ണമായി പുലർന്നിട്ടുണ്ടോ? ഇല്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളായ സിറിയയിലെയും യമനിലെയും ഉക്രൈനിലെയും ഗാസയിലെയും കുട്ടികൾ അനുഭവിക്കുന്ന അതിഭയാനകമായ അവസ്ഥ. ഈ കുട്ടികൾക്ക് ഇന്ന് സുരക്ഷിതമായ ഒരു ഇടമില്ല. അവർക്ക് കളിക്കാൻ മൈതാനങ്ങളില്ല, പഠിക്കാൻ വിദ്യാലയങ്ങളില്ല. ബോംബുകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും നടുവിലാണ് അവരുടെ ജീവിതം. ദശലക്ഷക്കണക്കിന് കുട്ടികൾ നാടും വീടും വിട്ട് അഭയാർത്ഥികളായി പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലെ ദുരിതപൂർണമായ ജീവിതം അവരുടെ ബാല്യത്തെ തകർത്തെറിയുന്നു. സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി, യുദ്ധമല്ല എന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ വചനത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ലോകമഹാശക്തികളെ, ഒരു ബാലികയായ ഞാൻ ഈ വേദിയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സുന്ദരമായ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ കുട്ടികളും ആഗ്രഹിക്കുന്നു. അതിനായി രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സൗഹൃദ സംഭാഷണ ചർച്ചകളിലൂടെ പരിഹരിക്കുക. സഹകരണത്തിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും യുദ്ധമില്ലാത്ത ലോകം എന്ന സ്വപ്നം നമുക്ക് നേടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.